മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ആരാധനക്രമ മത്സരത്തിലെ നോമ്പ് കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ നോമ്പ് കാലഘട്ടം ആത്മീയമായ ഓഡിറ്റിങ്ങിനുള്ളൊരു അവസരമാണ്. ഓഡിറ്റിംഗ് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാമ്പത്തിക വർഷാവസാനത്തിൽ നമ്മുടെ ഇടവകൾ, ട്രസ്റ്റുകൾ അതെല്ലാം ഓഡിറ്റിങ്ങിന് വിധേയമാക്കും. ലാഭമാണോ നഷ്ടമാണോ എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരം. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ ആത്മീയമായ ജീവിതത്തിൽ ചില ഓഡിറ്റിങ്ങുകൾ ആവശ്യമാണ്. നമ്മൾ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്നിട്ടുണ്ടോ? ക്രിസ്തീയ വിശ്വാസം എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? സുവിശേഷ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഭൂമിയിലായിരിക്കുവാനും അപരനെ കൂടി ദൈവസ്നേഹത്തിലേക്ക് വളർത്താനും എനിക്ക് സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിലെന്തെങ്കിലും തളർച്ച വന്നിട്ടുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടുകൂടി ദൈവത്തിലേക്ക് വളരുവാനും ഉയരുവാനുമുള്ള ഒരവസരമാണ് ഈ നോമ്പ് കാലഘട്ടം. പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ മനോഹരമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ ഈ ആത്മീയ ഓഡിറ്റിങ്ങിനെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചറിയുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ എന്നാണ് സ്ലീഹ പറയുക. പ്രിയമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള സുന്ദരമായ, ഏറ്റവും ഫലപ്രദമായ സമയമാണ് ഈ നോമ്പ് കാലഘട്ടം. അപ്രകാരം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക നമ്മൾ ഹൃദയം പരിവർത്തനത്തിന് വിധേയപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. നമുക്കറിയാം, നോമ്പ് കാലഘട്ടം ബാഹ്യമായ ചില അനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു സമയമല്ല, മറിച്ച് നമ്മുടെ ഹൃദയമാണ് പരിവർത്തനത്തിന് വിധേയമാക്കേണ്ടത്, മാറ്റത്തിന് വിധേയമാകേണ്ടത്. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. 2024 ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനമാണ് ദിലെക്സിറ്റ് നോസ്, ഹീ ലൗഡസ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്: ഒരു ഹാർട്ട് സെൻറ്റേഡ് സ്പിരിച്വാലിറ്റി, തിരുഹൃദയത്തിലേക്ക് വളരുന്ന ഒരു ഹൃദയമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് എന്ന്. അതായത് ഈശോയുടെ ഹൃദയത്തിന് അനുരൂപപ്പെട്ട ഒരു ജീവിതമാണ് നാം ഓരോരുത്തരും നയിക്കേണ്ടത്. ഈ നോമ്പ് കാലഘട്ടമാണ് അതിനെപ്പറ്റി ചിന്തിക്കുവാനും ആ ഒരു വളർച്ചയിലേക്ക് കൂടുതൽ നടന്നെടുക്കുവാനും ഉയരുവാനുമുള്ള ഒരു സമയം. സങ്കീർത്തനം 51-ാം അധ്യായം 10-ാം വാക്യത്തിൽ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന്. നിർമ്മലമായൊരു ഹൃദയം നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ അതിൻ്റെ ശാഖകളുമാണ്, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നാണ്. നിർമ്മലമായൊരു ഹൃദയം നമ്മൾക്ക് ഉണ്ടാകണമെങ്കിൽ, നമ്മൾ രൂപപ്പെടണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം. ഇനി അപ്രകാരം ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ക്രിസ്തീയ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും. എന്താണ് ക്രിസ്തീയ ഫലം? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. സ്നേഹം, ആനന്ദം, ക്ഷമ, നന്മ, വിശ്വസ്തത, ദയ, ആത്മസംയമനം തുടങ്ങിയവയെല്ലാമാണ് ക്രിസ്തീയ ഫലങ്ങൾ. നിർമ്മലമായൊരു ഹൃദയം നമ്മളിൽ രൂപപ്പെടുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തീയ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ ആത്മപരിശോധന ചെയ്യേണ്ടത്, ആത്മീയമായ ഓഡിറ്റിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിർമ്മലമായൊരു ഹൃദയം നമ്മളെ രൂപപ്പെട്ടിട്ടുണ്ടോ, അതിലൂടെ ക്രിസ്തീയ ഫലം നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ് നോമ്പിൻ്റെ ചൈതന്യത്താൽ മുന്നോട്ട് പോയി ക്രിസ്തീയ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്.